ഹലോ ഗൈസ്, ഇസ് മീ ടോക്സിക് ഗെയിമർ. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ BR ആയിട്ടാണ് ഗൈസ് നമ്മൾ ഇന്ന് കളിക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് വേറൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കാതെ നേരെ ഗെയിം പ്ലേയിലേക്ക് പോവാം ഗൈസ്. ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ പ്ലെയിനിൽ വന്ന് ഇറങ്ങുന്ന ഉള്ളു ഗൈസ്. പ്ലെയിനിൽ നമുക്ക് ഇതുവരെയായിട്ട് നമ്മൾ ചാടിയിട്ടില്ല ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടായിട്ടുള്ള മണി പിടിച്ചങ്ങ് കിലിക്കിടുക ഗൈസ്. വേറൊന്നും നിങ്ങൾ നോക്കണ്ട ഗൈസ്. പിന്നെ നമ്മളുടെ ഈ വീഡിയോ കാണുന്ന പകുതി പേര് നമ്മളുടെ ഈ പകുതിയില്ല ഗൈസ്, 3/4 പേരും നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തില്ല ഗൈസ്. അതും കൂടെ നിങ്ങളൊന്ന് നോക്കുക. നിങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്ര നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ പാരച്യൂട്ട് വന്ന് ഇവിടെ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഈ സ്ഥലത്താണ് ഗൈസ് നമ്മൾ ഇറങ്ങുന്നത്. ഒരു എനിമി ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് നോക്കി നമ്മൾ ഇറങ്ങുവാണ് ഗൈസ്. നമുക്ക് ആദ്യം തന്നെ ഒരു ബാറ്റിങ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇതുവരെയായിട്ട് ഒരു ഗണ്ണ് പോലും കിട്ടിയിട്ടില്ല ഗൈസ്. ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഇച്ചിരി റിപ്പയർ കിട്ടി, ഇച്ചിരി ടോക്കൺസും ഒക്കെ കിടക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ 500 ടോക്കണും ഗൈസ് നമുക്ക് ഇപ്പോൾ ഒരു ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. അത് ലെവൽ 1 ആണ് ഗൈസ്. പിന്നെ ഗൈസ് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ അതേ ഒരു ഇൻഹേലറും ഒക്കെ കിടപ്പുണ്ട്. അതൊക്കെ എടുത്ത് നമ്മൾ നൈസായിട്ട് സെറ്റായിട്ട് പോകുന്നുണ്ട് ഗൈസ്. പക്ഷേ നമുക്ക് ഇതായിട്ട് ഒരു മാഗ് ഇപ്പോൾ ഗൈസ് നമുക്കൊരു മാഗ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഒരു മാഗും പിന്നെ ഒരു ഇതുമൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് കേൾക്കാമെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. ഇപ്പോൾ ഇവിടെ മഴയുടെയൊക്കെ ആണെന്ന് തോന്നുന്നു, നല്ല കാറ്റും ഇതുമൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ആ നോയ്സൊക്കെ കൊണ്ട് നിങ്ങൾ ക്ഷമിച്ചിരുന്ന് ഈ വീഡിയോ ഒന്ന് കാണുക ഗൈസ്. നിങ്ങളൊക്കെ അതൊക്കെ ക്ഷമിക്കുക ഗൈസ്. ഇങ്ങോട്ട് നമ്മൾ ഒരു കുറേ ടോക്കൺസ് ഇവിടെ കിടപ്പുണ്ട് ഗൈസ്. ഇവിടെ നിന്നിപ്പോൾ നമ്മുടെ ഈ പെട്ടി ഉറക്കാൻ കിടപ്പുണ്ട്. നമ്മൾ ആ യൂസിലേക്ക് നല്ലോണം ഒരു പെട്ടി ഉറന്നിട്ട് അത് നല്ലൊരു കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ലോണം നമുക്ക് ലൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗൈസ്. നമുക്ക് പക്ഷേ ഇങ്ങനെ ലോങ് റേഞ്ച് കണ്ണ് ഇതുപോലെ നമുക്ക് വേറെ ഏതെങ്കിലും ലോങ് റേഞ്ച് കണ്ണ് കണ്ടുപിടിക്കണം ഗൈസ്. ഈ ലോങ് റേഞ്ച് കണ്ണ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല ഗൈസ്. എനിക്ക് അത്രയ്ക്ക് പോരാ. ഈ ലോങ് റേഞ്ച് കണ്ണ് വെച്ച് എനിക്ക് അടിക്കാമെന്ന് അത്രയ്ക്ക് പോരാ. എനിക്ക് വേറൊരു ലോങ് റേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ നടക്കുന്നത്. ലൂട്ടൊന്നും നമുക്ക് ഇപ്പോഴും അത്രയ്ക്ക് സെറ്റായിട്ടില്ല, എന്നാലും കുഴപ്പമില്ല ഗൈസ്. ഇപ്പോൾ ഒരു എനിമി അടുത്ത് വന്നാലൊക്കെ നമുക്ക് നൈസിന് കുത്തിപ്പിടിച്ചെങ്കിൽ മാഗിന് കുത്തിപ്പിടിച്ചെങ്കിൽ അവന് തീർത്താക്കാൻ പറ്റും. പക്ഷെ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ലോങ് റേഞ്ചിലൊക്കെ വന്നാൽ ഗൈസ് നമുക്ക് SKS കിട്ടിയിരിക്കണം ഗൈസ്. നമുക്ക് ഇനി നമ്മൾ തകർക്കും. SKSൽ നമ്മളെ പുലിയാണ് ഗൈസ്. SKS കിട്ടി നമ്മളെ വേറെ ലെവലിൽ ഗൈസ്. നമ്മൾ പിന്നെ അങ്ങ് പോവുകയാണ് ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഫ്രീ ഫയർ മാത്രമല്ല വേറെ വല്ല ആൻഡ്രോയിഡ് കളിക്കാൻ പറ്റുന്ന ഗെയിംസ് വല്ലതും ഉണ്ട്, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതൊക്കെ നമ്മൾ കളിക്കുന്നതായിരിക്കും ഗൈസ്. നിങ്ങൾ ഏത് ഗെയിം പറഞ്ഞാലും നമുക്ക് ആൻഡ്രോയിഡ് കളിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മൾ കളിക്കുന്നതായിരിക്കും ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇവിടെ നമുക്ക് SKS ഒക്കെ കിട്ടി. മാഗും ഉണ്ട്, ഒരു മാഗും ഉണ്ട്, നമ്മുടെ കയ്യിൽ SKS ഉണ്ട്. അത് വെച്ച് നമ്മളിങ്ങനെ നടക്കുവാണ് ഗൈസ്. നമ്മൾ ഇവിടെയൊക്കെ നോക്കിയിട്ട് ഒരു എനിമിനെ പോലും കാണുന്നില്ല. ഇപ്പോൾ നമ്മുടെ പ്ലേയേഴ്സിനൊക്കെ നോക്കുവാണെങ്കിൽ ഇപ്പം 31 പേരേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇത്ര നേരമായിട്ട് 31 പേര് 40 പേര് ഒരു കളിയിലുണ്ടായിരുന്നു. പക്ഷേ 31 പേര് ഇരുന്നിട്ട് നമ്മളൊരാളെ പോലും കില്ലെടുത്തിട്ടില്ല ഗൈസ്. നമ്മുടെ കൺമുമ്പിൽ ഒരാളെ പോലും കാണുന്നില്ല കില്ലെടുക്കാൻ വേണ്ടി. അത് വേറെ കാര്യം ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ടോക്കൻ്റെ ഇത് കിടക്കുന്നത്, അത് നമ്മൾ എടുത്ത്. പിന്നെ ഈ സൂപ്പർ മെഡിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോൾ നമ്മുടെ ബാഗ് ഫുള്ളാണ്, അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ ബാഗ് വേറെ വല്ല മറ്റേ ലെവൽ 4ൻ്റെ ബാഗ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് ഇപ്പോൾ പോവാണ്. ലെവൽ 4ൻ്റെ ബാഗ് എടുക്കാൻ വേണ്ടി ഇതിൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് ലെവൽ 4ൻ്റെ ബാഗ്. ലെവൽ 4ൻ്റെ ബാഗും എടുത്തിട്ടുണ്ട്. പിന്നെ ഗൈസ് നമ്മളൊരു ഹെൽമെറ്റും അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ നമ്മളൊരു സൂപ്പർ മെഡിക്കറ്റും പർച്ചേസ് ചെയ്യുന്നുണ്ട് ഗൈസ്. അതായിട്ട് നമ്മൾ പിന്നെ ഓടി അങ്ങ് പോവാണ് ഗൈസ്. ഇപ്പോൾ പിന്നെ 22 പേരായിട്ടുണ്ട്. ഇതുവരെയായിട്ട് നമ്മളൊരു കില്ല് പോലും എടുത്തിട്ടില്ല ഗൈസ്. വെരി സാഡ് ന്യൂസാണ് ഗൈസ് ഇത്. ഇവിടെയൊക്കെ കുറേ മെഡിക്കേറ്റും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ സോൺ എടുക്കാറായി. സോണിപ്പോൾ അടുത്താലും നമുക്കൊന്നും പറ്റാൻ പോകുന്നില്ല. അത് വെച്ച് സോണിപ്പോൾ വന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ചുമ്മാ എന്തിനാണ് ഒരു HP എങ്കിൽ ഒരു HP കിടക്കട്ടെ, ചുമ്മാ കളയണമെന്ന് പറഞ്ഞാൽ നമ്മൾ സോണി പിടിക്കാൻ നോക്കുവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആ വീട്ടിൻ്റെ ലക്ഷ്യമൊക്കെ പോകണം. അവിടെ വെച്ച് വേറെ എന്തെങ്കിലും ഒരു ലൂട്ട് കിട്ടുവാണ്, അത് നമുക്ക് കിട്ടുമല്ലോ, ഒരു ലൂട്ട് കിട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോവാണ്. വേറെ എന്തെങ്കിലും ലൂട്ട് കിട്ടിയാലെന്നും പറഞ്ഞ്. അപ്പോൾ ഗൈസ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ വെച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ വെച്ച് എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല, ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. ഒരു എനിമിനെ പോലും കാണുന്നില്ല. അതാണ് വെരി സാഡ്. ഒരു എനിമിനെയും കണ്ടിരുന്നെങ്കിൽ നമുക്ക് അടിക്കായിരുന്നു ഗൈസ്. ഇവിടെ ഒന്നും നോക്കിയിട്ട് ഇവിടെയൊക്കെ സാധാരണ എനിമി കാണേണ്ടതാണ്. നമ്മൾ എപ്പോൾ വന്നാലും ഇവിടെയൊക്കെ എനിമി കാണുന്നതാണ് ഗൈസ്. ഇപ്പോൾ പക്ഷേ ഈ ഒരു സമയത്ത് മാത്രം ഇവിടെ എനിമീസ് ഇല്ല. നമ്മളാണെങ്കിൽ എനിമീസിനെ നോക്കാൻ വേണ്ടി ചാടിത്തുള്ളി എനിമീസൊക്കെ കാണുമെന്നുള്ള സ്ഥലത്തോട്ട് ഇങ്ങനെ ഓടി പൊയ്ക്കൊണ്ടിരിക്കണം ഗൈസ്. പക്ഷേ ഇവിടെ എവിടെ ഒരു എനിമീസിനെ പോലും കാണാനില്ല ഗൈസ്.
പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ലൂട്ടൊക്കെ നല്ല സെറ്റാണ് ഗൈസ്. പക്ഷേ ലൂട്ടൊക്കെ സെറ്റ് ആയപ്പോൾ എനിമീസും ഇല്ല. എനിമീസുള്ള സ്ഥലത്ത് പോകാൻ നോക്കിയപ്പോൾ ലൂട്ടില്ല, നമ്മൾ അവിടെയും പോയിട്ടില്ല ഗൈസ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ. ഇവിടെയൊക്കെ എനിമീനെ എപ്പോഴും കാണുകയാണ് ചോദിച്ചാൽ ഗൈസ് ഇപ്പോൾ ഒരു എനിമി പോലും ഇവിടെ ഒന്നുമില്ല. എന്ത് ഗൈസ്, പിന്നെ ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള മണി പിടിച്ച് കിരിക്കിടുക ഗൈസ്. നമ്മുടെ ഈ അക്കൗണ്ട് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക ഗൈസ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട്. ഈ വീട്ടിൽ തന്നെയാണ്. ഇവിടെയൊക്കെ കുറച്ച് എനിമീസൊക്കെ കാണാൻ, പക്ഷേ നമ്മൾ ഇവിടെ ഒന്നും കാണുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു UMP ഇട്ടിട്ടുണ്ട് ഗൈസ്. നമ്മൾ സെറ്റായിട്ടൊരു UMP ഇട്ടിട്ടുണ്ട്. എനിക്കാണ് ഈ മാഗിനെക്കാട്ടി ഇഷ്ടം UMP MP40 അങ്ങനത്തെ ഒക്കെ കണ്ടാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ UMP എടുത്തുകൊണ്ടിരിക്കുന്നത് നേരെ കിടക്കുന്നൊരു MP40 നമ്മൾ എടുത്താൽ MP40 എടുത്താൽ പിന്നെ നമ്മൾ വേറെ ലെവൽ MP40 നമ്മൾ കില്ലാടിയായിട്ട് നമ്മൾ MP40 കളിക്കും ഗൈസ്. MP40 SKS ഉണ്ടെങ്കിൽ നമ്മൾ വേറെ ലെവൽ ഗൈസ്. പിന്നെ ഇനി എനിമീസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അടിച്ചവൻ്റെ തല അടിച്ച് പൊട്ടിക്കും ഗൈസ്. അന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുവാണ്. ഇവിടെയൊക്കെ നോക്കിയിട്ട് ഒരു എനിമീനെ ഇപ്പോഴും കാണുന്നില്ല ഗൈസ്. അപ്പോൾ ഗൈസ് വേറെ എനിമി അങ്ങോട്ട് ഓടി പോകുന്നു. അപ്പോൾ SKS വെച്ച് നമ്മൾ ആദ്യമൊന്നും ഡ്രാഗ് ചെയ്തിട്ട് പറ്റില്ല. പിന്നെ നമ്മൾ MP40 വെച്ച് കിടുക്കം പുറത്ത് ഹെഡ്ഷൂട്ട് പഠിച്ച് അവനെ അവിടെ കില്ല് ചെയ്തിരിക്കുകയാണ് ഗൈസ്. കിടുക്കെന്ന് വെച്ച് ഇജാതി ഹെഡ്ഷൂട്ട് അതൊക്കെ അടിച്ച് നമ്മളിവിടെ അവനങ്ങ് കില്ല് ചെയ്തിരിക്കുകയാണ് ഗൈസ്. എന്നിട്ട് വേറെ ഒരുത്തന്നെ അവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവനാണെങ്കിൽ ഒരു 65 ഡാമേജ് കൊടുക്കുന്നു. പക്ഷെ അവൻ മരിച്ചു വീഴുന്നില്ല ഗൈസ്, അവൻ കില്ലായിട്ടില്ല. അപ്പോൾ ഗൈസ് നമ്മൾ പിന്നെ അവൻ അടിക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോകുന്നു. ഒരു ഗ്ലൂവാളൊക്കെ എടുത്ത് കൈ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരെ അവൻ അടിക്കാൻ വേണ്ടി പോകുന്നു. കൈസ് അവൻ ഇവിടെ തന്നെ നമ്മൾ നേരെ MP40 ഒരു കുറച്ച് ബോഡി ഡാമേജ് കൊടുത്ത് അവനങ്ങ് കില്ല് ചെയ്തിരിക്കുകയാണ്. നൈസായിട്ട് നല്ലവണ്ണം നമ്മളങ്ങ് കുത്തിപ്പിടിച്ച് അവനങ്ങ് ഇതാക്കിയിട്ടുണ്ട് ഗൈസ്. ഹെഡൊന്നും കയറിയില്ല നമ്മൾ നോക്കിയിട്ട്. അപ്പോൾ ഗൈസ് പിന്നെ ഇപ്പോൾ നമുക്ക് 2 കില്ലായിട്ടുണ്ട് ഗൈസ്. ഇനി വെറും 9 പേര് മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു മാപ്പിൽ. 9 ആൾക്കാർ മാത്രമേ ഉള്ളൂ. അവരെയും കൂടെ ഒന്ന് ജയിച്ചാൽ നമ്മൾ ബുയ അടിച്ച് ഗൈസ്. ഈ കളി ബുയ അടിക്കണം എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ ഗൈസ് ഒരുത്തൻ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നു. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവൻ കാണുന്നു വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് പോവാണ് ഗൈസ്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അവൻ അവിടെ ഇല്ല ഗൈസ്. അവൻ വേറെ എവിടെ പോയി. അപ്പോൾ അത് വേറെ നമ്മൾ ബൈക്ക് കണ്ട അവൻ്റെ ബൈക്കാണെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ അവൻ അവിടെയും ഇല്ല ഗൈസ്. ഇവിടെ നിന്ന് നോക്കിയിട്ട് അവനൊന്നും കാണുന്നില്ല. അവൻ ഇത് എവിടെ പോയി, മായാവിയാണോ എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുമ്പോൾ അവൻ പിന്നെയും കാണുന്നില്ല ഗൈസ്. ആരെയും കാണുന്നില്ല. നമ്മൾ മാനത്തോട്ടൊക്കെ വെടിവെച്ച് ഏതെങ്കിലുമൊക്കെ എനിമീസിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പക്ഷേ ഒരു എനിമി പോലും ഇപ്പോഴും വരുന്നില്ല ഗൈസ്. ആകെപ്പാട് നമുക്കിപ്പോൾ 2 കില്ലും ഉണ്ട്, 8 പേരേ ഉള്ളൂ. ഇനി നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ബുയ അടിക്കണം. ഇവിടെയൊക്കെ നമ്മൾ കിടന്ന് പണിതുണ്ട്. വേറെ വല്ലതും കണ്ട് നല്ലവണ്ണം കിട്ടുമെന്ന്. MP40 SKS മതി ഗൈസ്. പക്ഷേ നമുക്ക് ഇതിനെക്കാട്ടി നല്ലൊരു ഗണ്ണ് കിട്ടുവാണെങ്കിൽ അതല്ലേ നല്ലത്. M80 ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ MP40നെക്കാട്ടി നല്ലതാണ് ഗൈസ്. M80 കിട്ടുവാണെങ്കിൽ നമ്മൾ വേറെ ലെവൽ ഗൈസ്. എന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഗൈസ് ഇവർ എനിമിനെ കണ്ടു, പക്ഷേ അവനെ അടിക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ പുറകിൽ നിന്ന് ഇട്ടു. നമ്മൾ പുറകിൽ നൈസായിട്ടൊരു ഗ്ലൂവായിട്ട് അവനങ്ങ് 84ൻ്റെ 140ൻ്റെ ഹെഡ് കൊടുത്ത് അവനങ്ങ് നൈസായിട്ടങ്ങ് നേരം പരീക്ഷ ആക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് അതിന് മുമ്പ് നമ്മൾ SKS മാറ്റി വേറൊരു ഗണ്ണ് എടുത്തിട്ടുണ്ട്, അതിന് ലോങ് ഗണ്ണ്. എന്നിട്ട് നമ്മൾ ഇവിടെ വന്ന് നോക്കുവാണ്. ഇവിടെ നോക്കിയപ്പോൾ അവിടെ ഒരുത്തൻ മരിച്ചു വീണിട്ടുണ്ട് ഗൈസ്. ആ ഗ്ലൂവാളിൻ്റെ പുറകെ ഒരുത്തനുണ്ട്. പക്ഷേ അവൻ പുറത്തിറങ്ങുകയാണ്. അവൻ്റെ തല കിടുക്കം പോലെ നമ്മൾ അടിച്ച് പൊട്ടിക്കുമായിരുന്നു. പക്ഷേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മൾ വന്നെടുത്ത് തന്നെ പോവുകയാണ്. ഇവിടെ വന്ന് നിൽക്കുകയാണ്. വല്ല എനിമീനെ കണ്ടാൽ അടിക്കാമെന്ന് പറഞ്ഞ് അവിടെ നമുക്ക് മാപ്പിൽ കാണാം. അവിടെ ഒരു എനിമി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മൾ നോക്കിയിട്ട് ഇപ്പോൾ അവിടെ എനിമീസൊന്നും കാണുന്നില്ല ഗൈസ്. നമ്മൾ നേരത്തെ പുറകിലിട്ട എനിമി ഗ്ലൂവാളിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ്. മറ്റേ ഗ്ലൂവാളിൻ്റെ പുറകുള്ള എനിമീനെ കാണുവാൻ അടിക്കാൻ വേണ്ടി ഗൈസ്. നമ്മൾ നേരത്തെ അടിച്ചിട്ട് എനിമിയുടെ ലൂട്ടിന് നല്ല ലൂട്ടുണ്ടായിരുന്നു ഗൈസ്. പക്ഷേ നമുക്ക് അതൊന്നും എടുക്കാനുള്ള സമയമില്ല ഗൈസ്. ഇപ്പോൾ നമുക്ക് വേറെയുള്ള എനിമീസിനൊക്കെ അടിച്ച് കൊല്ലേണ്ടതാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ അതൊന്നും എടുക്കാനുള്ള സമയമില്ല. നമ്മൾ നേരെ ഈ മലയുടെ പുറകിൽ കൂടെ അങ്ങോട്ട് പോവുകയാണ്. വേറെ വല്ല എനിമീസിനെ കാണുവാണ് അടിക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഗൈസ് ഇവിടെ വലിയൊരു ഡ്രോപ്പ് വന്ന് കിട്ടുന്നുണ്ട് ഗൈസ്. അന്നത്തെ വല്ലതും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നോക്കിയപ്പോൾ അതായത് ലെവൽ 4 വെസ്റ്റൊക്കെ കിടക്കുന്നു. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ പവറായി ലെവൽ 4 വെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ടിട്ടുണ്ട്. ഒന്നും കൂടെ നമ്മൾ പവറായി ഇരിക്കുകയാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ഗൈസ്. ഇവിടെ കാറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പുറകിൽ നല്ല നോയ്സാണ്. അതൊക്കെ നിങ്ങൾ സഹിച്ച് ഈ വീട് കാണുക ഗൈസ്. നിങ്ങൾ അതൊക്കെ ക്ഷമിക്കുക ഗൈസ്. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട് വല്ല എനിമീനെ നോക്കാൻ വേണ്ടി. ഇപ്പോൾ ഗൈസ് വെറും 3 പേരേ ഉള്ളൂ. നമുക്കാണെങ്കിൽ 3 ഇല്ല. ഈ മാപ്പിനാണെങ്കിൽ വെറും 3 പ്ലേയേഴ്സേ ഉള്ളൂ. നമ്മൾ അമ്മനെ നോക്കുവാണ്. ഏതെങ്കിലും ഒരു പ്ലേയേഴ്സിനെ കാണാൻ നമുക്ക് ഈ കളി ബുയ അടിക്കാമല്ലോ. എങ്ങനെയെങ്കിലും ഈ കളി ബുയ അടിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് ഗൈസ്. എവിടെ നോക്കിയിട്ട് ഒരുത്തം പോലും ഇല്ല ഗൈസ്. ഒരുത്തം പോലും നമ്മുടെ കൺമുമ്പ് വരുന്നില്ല ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മലയുടെ താരക്കോട് ഇങ്ങോട്ട് ഓടിപ്പോവുകയാണ്.
മലയുടെ താരക്കൂടെ ഓടിപ്പോകുന്നുണ്ട് ഗൈസ്. ഇവിടെയെങ്കിലും ഒരു എനിമീനെ പോലും കാണുന്നില്ല ഗൈസ്. എന്ത് പറയാനാണെന്ന് പറയാം, ഒരു എനിമീനെ പോലും എവിടെയും കാണുന്നില്ല. എന്നിട്ട് നമ്മൾ ഇവിടെയൊക്കെ വന്ന് നോക്കിയിട്ട് കാണുന്നില്ല ഗൈസ്. ഇവിടെ ഒന്നും ഒരുത്തനില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സാധനം വെച്ച് അങ്ങോട്ട് മേളിലോട്ട് പറന്നു പോകാമെന്ന് വിചാരിക്കുമ്പോൾ പറ്റുന്നില്ല ഗൈസ്. അത് കഴിഞ്ഞ് ഗൈസ് അവിടെ ഗ്ലൂ വാൾ കിടപ്പുണ്ട്. അത് നമ്മൾ നോക്കുവാണ് അവിടെ വല്ല എനിമി. അപ്പോൾ ഗൈസ് ലോങ് എനിമി വേണം. അവനൊരു 10-ൻ്റെ 8-ൻ്റെ ഡാമേജ് കൊടുത്ത് നമ്മളങ്ങ് ഒതുക്കിയിരിക്കുവാണ് ഗൈസ്. പക്ഷെ അവൻ ചത്തിട്ടില്ല ഗൈസ്, അത് വേറെ കാര്യം. അതായത് അവൻ ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട്. ഓടി വരുമ്പോൾ അവനെ എയിം ചെയ്തിട്ട് നമ്മൾ അടിക്കുന്ന ഒരു അടി പോലും കയറില്ല ഗൈസ്. ഒരടി പോലും കയറുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഗൈസ് നമ്മൾ അങ്ങോട്ട് റഷ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഓടിപ്പോകുന്നുണ്ട് ഗൈസ്. റഷ് ചെയ്ത് പോകാൻ നമ്മൾ ഗ്ലൂ വാളൊക്കെ എടുത്ത് കൈ വെച്ചിട്ട് റഷ് ചെയ്യുന്നുണ്ട്. അവിടെ കേട്ട് നമുക്ക് ഒരു പ്ലാന്, അവിടുന്ന് ഒരു ഗ്രനേഡ് എടുത്ത് എറിഞ്ഞ് അവനെ കൊല്ലാൻ പറഞ്ഞ് എറിഞ്ഞ്. പക്ഷേ അവൻ്റെ ഗ്ലൂ വാളിൽ തട്ടി ആ ഗ്രനേഡ് അവിടെ തന്നെ വീണ്. അത് കഴിഞ്ഞ് ഗൈസ് നമ്മളൊരു ഗ്രനേഡ് എടുത്തിട്ട് ആ ഗ്ലൂവാൻ്റെ സൈഡിലോട്ട് എറിയാൻ നോക്കുവാണ്. ആ സൈഡിലോട്ട് എറിയുമ്പോൾ അവന് ഡാമേജ് കൊള്ളും നോക്കുക. അതേ ഗൈസ് നമുക്ക് അവന് ഒരു 111 ഡാമേജ് കൊള്ളുന്നുണ്ട്. അത് കഴിഞ്ഞ നമ്മൾ ഒരു ഗ്രനേഡ് കൊണ്ട് കഴിഞ്ഞപ്പോൾ ആ ഗ്ലൂ വാളെ അങ്ങ് പൊട്ടിപ്പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോങ് റേഞ്ച് കണ്ണ് വെച്ച് അടിക്കാൻ നോക്കുമ്പോൾ അവന് കൊള്ളുന്നില്ല. പിന്നെ നമ്മൾ MP40 എടുത്തിട്ട് നേരെ റഷ് ചെയ്ത് പോയി കിട്ടുക്കം പോലത്തെ ഹെഡും ബോഡി ഷോട്ടും ഡാമേജും കൊടുത്ത് അവനെ അങ്ങ് കില്ല് ചെയ്തിരിക്കുന്നു ഗൈസ്. അതായത് ഇനി 2 ആഗ്രഹമുള്ളൂ, ഞാനും വേറെ ഒരുത്തിനും മാത്രമേ ഉള്ളൂ ഗൈസ്. അവനെ കൊല്ലാമെന്ന് പറഞ്ഞ് നമ്മളിത് ഇവിടെ ഗ്ലൂ വാൾ എടുത്ത് അവനെ എന്തായാലും കാണും. ആ ഒരു ലക്ഷ്യത്തോടെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അവനെ കൊല്ലാൻ വേണ്ടി ഗൈസ്. അപ്പോഴത്തേ അവനവിടെ ഇപ്പോൾ ഉണ്ട്. നമ്മൾ കുത്തിപ്പിടിച്ച് കുറച്ച് ഡാമേജ് അവന് കൊടുക്കുന്നുണ്ട് MP40 വെച്ച്. അതായത് നമ്മൾ ഇന്നത്തോട്ട് കയറിയിട്ട് നേരെ റഷ് ചെയ്ത് അവനെ അടിക്കാൻ പോകുന്നത് നമ്മൾ അങ്ങ് കുത്തിപ്പിടിച്ച് അവൻ അങ്ങ് ഇല്ലാണ്ടായി കളഞ്ഞു ഗൈസ്. അവനങ്ങ് കില്ല് ചെയ്ത്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത് ഗൈസ്. ഓക്കെ ബൈ.